ഇതിന് കോൺഗ്രസ് നേതാവ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ ഈ വിഷയത്തോട്? അല്ല, ഇത് വളരെ ഗൗരവമായി നമ്മൾ വിലയിരുത്തേണ്ട, വിശകലനം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത് CPM-ന്റെ ഏറ്റവും ഉന്നതനായ ഒരു നേതാവ്, കേരളത്തിലെ മന്ത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല, കേരളത്തിലെ CPM-ന്റെ സംഘടനാ തലത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവിന്റെ തുറന്നു പറച്ചിലാണ്. അദ്ദേഹം തന്നെ പറയുകയാണ്, നിയമ നടപടി നേരിടാൻ താൻ തയ്യാറാണ് എന്ന നിലയിലുള്ള സൂചനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിന് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരു കുറ്റം അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ് ഇവിടെ. അപ്പൊ ഇത് എല്ലാ കാലത്തും ഞങ്ങളൊക്കെ ആരോപിക്കുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് എണ്ണുന്ന സമയത്ത് അത്തരത്തിലുള്ള വോട്ടിംഗ് മെഷീൻ വരുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് എല്ലാ തരത്തിലുള്ള ക്രമക്കേടുകളും തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി CPM-ന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് വൈകിയാണെങ്കിലും അദ്ദേഹം തുറന്ന് സമ്മതിച്ചത് എത്രയോ നന്നായി എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. പക്ഷേ അത് ഈ വിഷയത്തിന്മേൽ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത് പോലെ, കാരണം അതല്ലെങ്കിൽ നാളുകളിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. നിയമപരമായി നിയമ നടപടിയെടുത്ത് അതിനകത്ത് കുറ്റക്കാരെ കൃത്യമായി ശിക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയില്ലെങ്കിൽ the very purpose of the democracy will be failed. ഇപ്പൊ ഇതുവരെ നടന്നിട്ടുള്ളത് അത് തന്നെയാണ്. ഇപ്പൊ നിസ്സാര വോട്ടിനൊക്കെ ചെറിയ മാർജിനിലൊക്കെ CPM-ന്റെ ആളുകൾ വിജയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പൊ ഒരു ഉന്നതനായ നേതാവ് പോലും താൻ ഇതിൽ ഇടപെട്ടു എന്ന് പറയുമ്പോൾ താഴെയുള്ള ആളുകളെ എത്രത്തോളം ഇടപെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇതൊരു വലിയ പൊളിച്ചെഴുത്ത് ഇവിടെ നടത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഗൗരവമായ വിഷയമാണിത്. ഇതിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ CPM-ന്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ MV ഗോവിന്ദൻ മാഷും, ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി മാറിയിരിക്കുന്ന MA ബേബിയും ഒക്കെയാണ്. ഇത് ഇവരെ എന്ത് മെസ്സേജാണ് ഈ കൊടുക്കുന്നത്? ഓരോ തവണയും ഏത് രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഏത് തരത്തിലുള്ള നിലപാടുകളാണ് ഇവർ എടുത്തിട്ടുള്ളത്? അപ്പൊ ഇത് ഒരു തുറന്നു പറച്ചിലിന്റെ ഒരു തുടക്കം മാത്രമായി ഞാൻ കാണുകയാണ്. സത്യസന്ധരായ CPM-ന്റെ ആളുകൾ, പ്രവർത്തകർ, നേതാക്കൾ, ഇതുപോലെ വളരെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവാണ് ശ്രീ G സുധാകരൻ. അദ്ദേഹത്തിന് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വലിയ അംഗീകാരമുള്ള ഒരു മാന്യനായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരും ഇത് തുറന്നു പറയുന്ന സമയം അതിക്രമിച്ചിട്ടില്ല. ഇനിയും ഓരോന്നോരോന്നായി പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, സാധാരണക്കാരൻ വിശ്വസിച്ചു പോരുന്ന ജനാധിപത്യത്തെ ഏത് രീതിയിലാണ് വക്രീകരിക്കാൻ CPM എന്ന് പറയുന്ന പാർട്ടി ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ തുറന്നു പറച്ചിലിനെ നാളെ ഒരു നല്ല പുലരുന്നതിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.